അങ്ങനെ റെന്നു ലാബിന്റെ കാര്യമായിട്ട് പുറത്തേക്ക് പോയതുകൊണ്ട് ഇവിടെ എല്ലാ സമയവും ലുവാനും ബിസി ആയിരിക്കും. അങ്ങനെ കിട്ടുന്ന സമയമൊക്കെ അവർ പരസ്പരം ചാറ്റ് ചെയ്ത് സന്തോഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ രണ്ടുപേർ തമ്മിൽ കുറെ മിസ് ചെയ്യാന്ന് പറഞ്ഞ് ഫോട്ടോസൊക്കെ ഇട്ട് അവർ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവർ തമ്മിൽ എടുത്തൊരു ഫോട്ടോയാണ് ലുവാൻ ഒരുമിപ്പിച്ചിട്ട് അത് അവളുടെ പേജിനകത്ത് പോസ്റ്റ് ചെയ്യാൻ പോകുന്ന അറിയും. അങ്ങനെ ഇത് കേട്ട് അവനും ഇവൾക്കിപ്പോൾ ടെക്നോളജിയും കൂടിപ്പോയെന്ന് പറഞ്ഞിട്ട് ഇവരുടെയും ചാറ്റ് ചെയ്യും. എന്നിട്ട് ഇപ്പം അടുത്ത ദിവസം ലുവാൻ ആശുപത്രി വർക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് റെന്നാണ് ഇവൾക്ക് മെസ്സേജ് ഇട്ടിട്ട് അവന്റെ വർക്കെല്ലാം തീരുന്നുണ്ട്, അവൻ 1-ാം തീയതിക്ക് മുമ്പേ തന്നെ ഇവിടേക്ക് വരാൻ നോക്കാന്ന് പറയും. അപ്പോഴാണ് ആ മെസ്സേജ് കണ്ടിട്ട് അവളും ഇവൾ ആ സമയത്ത് ലീവ് എടുക്കാൻ വേണ്ടി എക്സ്ട്രാ വർക്ക് ഇപ്പൊ തന്നെ ചെയ്യാൻ തീരുമാനിക്കും. അപ്പോഴാണ് മറ്റേ ഡോക്ടറാണ് ഇത് മനസ്സിലാക്കി ലുവാന് മാത്രം എന്തുവാ ഇത്രയും വർക്ക് കൊടുത്തേക്കെന്ന് പറഞ്ഞ് അവർ ചോദിക്കുമ്പോൾ ലുവാനും ആ സമയത്ത് അവൾക്ക് വെക്കേഷൻ ആവശ്യമുള്ളതുകൊണ്ട് അവൾ ഇപ്പൊ എല്ലാ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നതെന്ന് പറയും. അപ്പോഴാണ് ഡോക്ടറാണ് ഇവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവൾ ഞാൻ ചെയ്തോളം എന്ന് പറഞ്ഞ് ധൈര്യത്തിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവളുള്ള വർക്കെല്ലാം ചെയ്തിട്ട് ഇവിടെ ക്ഷീണിച്ചുപോയിരിക്കുമ്പോഴാണ് റെന്നാണ് അവന് എന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞിട്ട് ഇവൾക്ക് കുറെ മെസ്സേജ് ഇട്ടേക്കും. അങ്ങനെ അത് വായിച്ചു നോക്കി അവൾ സന്തോഷത്തി ഇന്ന് ഞാൻ ബിസി ആയതുകൊണ്ട് നിന്റെ മെസ്സേജ് കാണാൻ പറ്റില്ലെന്ന് അവന് റിപ്ലൈ ഇടാൻ വരുമ്പോഴാണ് ഇവളുടെ ഫോണിലും ആകെ 2% കാണത്തുള്ളൂ. അപ്പോഴാണ് അവൾക്ക് വീണ്ടും ഒരു വർക്ക് വരുമ്പം ഇവന് മെസ്സേജ് അയക്കാതെ അവൾ അവിടെ നിന്ന് പോകും. അതേസമയം റെന്നും ഇവളുടെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ അവന്മാരൊക്കെ ഇവ ലൂവാന് വേണ്ടി വാങ്ങിച്ച ഗിഫ്റ്റൊക്കെ അവളുടെ കൊടുത്തോന്ന് ചോദിക്കും. അപ്പോഴാണ് റെന്നും അതൊക്കെ പറയാൻ വേണ്ടിയാ ഞാൻ അവൾക്ക് മെസ്സേജ് ഇട്ട്, പക്ഷെ അവൾ ഇപ്പോൾ ഓൺലൈനില്ലെന്ന് പറഞ്ഞിട്ട് ഇവന്മാരൊക്കെ പറഞ്ഞേക്കും. അങ്ങനെ ഇപ്പൊ വാങ്ങാണ് ഡിസ്ചാർജ് ആകാൻ വേണ്ടി നിൽക്കുക. അങ്ങനെ അതുകൊണ്ട് ഇവൾ റിപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് നിനക്കിപ്പോൾ ഓക്കെ ആണെങ്കിലും നീ എക്സസൈസ് ഒന്നും ചെയ്യലെന്ന് പറഞ്ഞ് അവനൊക്കെ ഒരു അഡ്വൈസ് കൊടുക്കും. അപ്പോഴാണ് അവനിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് അന്ന് ഇവളോട് ചാറ്റ് ചെയ്ത പെങ്കൊച്ച് വേറെ പയ്യന്മാരായിട്ട് ഗെയിം കളിക്കുന്ന ഇവൻ കണ്ടായിരുന്നു പറയും. അങ്ങനെ അവൾ എനിക്ക് ബായ് പറഞ്ഞ അടുത്ത സെക്കൻഡ് തന്നെ വേറൊരു പയ്യന്റെ പുറകെ പോയിന്ന് ഇവനോട് അസൂയപ്പെട്ട് പറയുമ്പം ഇത് കേട്ട് അവളാണ് നിനക്കെന്തോ വട്ടായെന്ന് പറഞ്ഞ് ഇവന്റെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആണെന്ന് ആ ഫയൽ ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അങ്ങനെ രാത്രി കുറെ സമയമായിട്ടും ലുവാൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരാത്തോണ്ട് ഇവളുടെ ഫ്രണ്ട്സ് ഒക്കെ അവൾ ഫോൺ വിളിച്ച് നോക്കുമ്പോഴാണ് അവളുടെ ഫോൺ റീച്ച് ആവത്തില്ല, കാരണം ബാറ്ററി ഇല്ലാതെ എപ്പോഴും ഓഫായി. അപ്പോഴാണ് ഇവളുള്ള വർക്കെല്ലാം ചെയ്തിട്ട് ക്ഷീണിച്ച് റൂമിലേക്ക് വരുമ്പം ഇവളുടെ കൂട്ടുകാരിയും നിന്നെ ഓർത്ത് എത്ര വിഷമിച്ചെന്ന് അറിഞ്ഞ് ഇവളെന്താ ഫോൺ എടുക്കാത്തെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഫോൺ സ്വിച്ച് ഓഫ് എപ്പോഴായിപ്പോയെന്ന് അറിഞ്ഞിട്ട് ഇവൾ കിടന്നുറങ്ങാൻ പോകുമ്പോഴാണ് ഇവൾ ഫോൺ എടുക്കാത്തോണ്ട് റെന്നാന്റെ കൂട്ടുകാരനെ വിളിച്ച് ഇവളെ തിരക്കിയെന്നൊക്കെ പറയും. അപ്പോഴാണ് ലുവാനും ഞാൻ ചാർജ് ഇട്ടിട്ട് വിളിച്ചോളാന്ന് പറഞ്ഞിട്ട് അവൾ കിടന്നുറങ്ങുമ്പോഴാണ് ഇവൾക്ക് നല്ല ക്ഷീണമായതുകൊണ്ട് കിടന്നുറങ്ങിപ്പോകും. ഇതേസമയം റെന്നാണ് അവൾക്ക് വേണ്ടി വാങ്ങിച്ച കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇവൾ ഇപ്പോഴും ഓൺലൈൻ വരാത്തോണ്ട് അവളെ ഫോൺ വിളിച്ച് നോക്കും. അപ്പോഴാണ് ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അതോടെ അവനാണ് പേടിച്ചിട്ട് ഷെടാ കുറെ മെസ്സേജ് അയച്ച് ഞാൻ ബോർ അടിപ്പിച്ചോ, അതുകൊണ്ടാണ് അവൾ മൈൻഡ് ചെയ്യാത്ത. ഏതായാലും ഇവനും പേടിച്ചിട്ട് അപ്പം തന്നെ അവന്റെ കൂട്ടുകാരനെ വിളിച്ച് ഒരു സഹായം ചോദിക്കും. അതിനുശേഷം അടുത്ത ദിവസം ലുവാന്റെ കൂട്ടുകാരൻ ക്ലാസ്സിന് പോയിട്ട് വരുമ്പോഴാണ് ഇവൾ ഇതുവരെ എഴുന്നേറ്റില്ലെന്ന് പറഞ്ഞ് അവളെ ഉണർത്തും. അങ്ങനെ റെന്നോല് നീ മെസ്സേജ് ഇട്ടില്ലെന്ന് ഇവൾ ആ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ലുവാനാണ് ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞ് അവളുടെ ഫോൺ ഓൺ ആക്കി നോക്കുമ്പോൾ ഇവൾക്ക് ആശുപത്രി പോകാൻ സമയമായെന്ന് പേടിച്ചിരിക്കും. അതുകൊണ്ട് അവൾ അപ്പം തന്നെ കുളിക്കാതെ നനയ്ക്കാതൊക്കെ അവൾ അവിടെ നിന്ന് ഓടിപ്പോകും. അതിനുശേഷം അവിടെ വെച്ച് തന്നെ റെന്നെ ഫോൺ വിളിച്ചിട്ട് ഇന്നലെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞ് ഇവളിവിടെ സംസാരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ ഡോക്ടർ എല്ലാവർക്കും വർക്ക് കൊടുത്ത് പറഞ്ഞയക്കുമ്പോഴാണ് ഇവിടെ ലുവാൻ താമസിച്ചെന്നാണ്ട് ഡോക്ടർ ഇത്ര സമയം ഇവൾ അവിടെ പോയി ചോദിക്കും. അപ്പോഴാണ് അവളും ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് അലാറം അടിച്ചില്ലെന്ന് ഇവളെ റീസൺ പറയുമ്പം ഇത് കേട്ട് ഡോക്ടറാണ് അതിനാ പതിയെ വർക്ക് തന്നേന്ന് പറഞ്ഞ് ഇവൾ ഒറ്റയ്ക്ക് ഈ വർക്കെല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നോണ്ടല്ലേ ക്ഷീണിച്ച് ഉറങ്ങിപ്പോയെന്ന് പറയും. അങ്ങനെ ഇനി നിനക്ക് മാറ്റാന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു നോക്കുമ്പം ഇവളെ ഒന്നും കുഴപ്പമില്ല എല്ലാവർക്കും ചെയ്തോളാന്ന് പറയും. അങ്ങനെ അതിനുശേഷം ലുവാന് വർക്കൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഒരു പേഷ്യന്റ് അമ്മയാണ് അവിടേക്ക് വന്നിട്ട് ഇവളോട് സംശയം ചോദിക്കും. അപ്പോഴാണ് ലുവാനും നിങ്ങൾ ഈ ബെഡിലെ പേഷ്യന്റിന്റെ അമ്മയാണെന്ന് ചോദിക്കുമ്പം അവരാണ് അതെന്റെ മോനാന്ന് പറഞ്ഞിട്ട് അവന്റെ കാല് വയ്യാതെ ഇവിടെ ആശുപത്രി അഡ്മിറ്റ് ചെയ്തതെന്ന് പറയും. അങ്ങനെ ഇനിയിപ്പോ അവന് ഫുട്ബോളോ കളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കുമ്പോഴാണ് ഇവളെ ഫയലൊക്കെ നോക്കിയിട്ട് ചെറിയ ഫ്രാക്ചറൊക്കെ ഉണ്ട്, പക്ഷേ ഇനി വേദന ഒന്നുമില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവള് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഡോക്ടറിനോട് ചോദിക്കണം എന്ന് പറയും. അങ്ങനെ ഇവൾ ഇവിടെ തിണ്ടാനാന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഇത് കേട്ട് ആലയുടെയാണ് ദേഷ്യത്തി നീ ഒരു ഡോക്ടർ അല്ലേ, കൂടാതെ എപ്പോഴും ഈ വാർഡിലേക്ക് വരുന്നതാണല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് എന്റെ മകന്റെ അവസ്ഥയെ കുറിച്ച് പറയാത്ത, അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നിന് ഇവരിവിടെ ദേഷ്യപ്പെടുമ്പം അവളാണ് പേഷ്യന്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയത്തില്ലെന്ന് അവൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. അപ്പോഴാണ് അവിടേക്ക് വന്ന മെയിൻ ഡോക്ടറും നിങ്ങളുടെ മകന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവൻ ഇനി ഫുട്ബോളെ കളിക്കാന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് അവർ ആശ്വാസപ്പെട്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് അതിനുശേഷം ഡോക്ടർ ലുവാനെ വിളിച്ചിട്ട് വഴക്കുറയും ഇവൾ ആദ്യം തന്നെ ഫയൽ വെക്കാതെ ഇവരെ വിളിച്ചായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും വരത്തില്ലായിരുന്നെന്ന്. അങ്ങനെ ഇവളുടെ കുഴപ്പം ഇവളുടെ ആറ്റിറ്റ്യൂഡാന്ന് പറഞ്ഞ് ഇനിയെങ്കിലും നേരത്തെ വരാൻ വേണ്ടി പറയും. കാരണം രാവിലെ ഈ പേഷ്യന്റിനെ കുറിച്ചൊക്കെ എല്ലാവരോടും വിശദീകരിച്ച് പറഞ്ഞ ഒരു ഇവളിന്ന് വന്നായിരുന്നെങ്കിൽ ഇവൾക്ക് ആ ലേഡിയോട് തനിയെ പറഞ്ഞ് മനസ്സിലാക്കാന്നേ ഉള്ളായിരുന്നു. അങ്ങനെ അത് ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പം ഇവളാണ് ഇനി ഈ തെറ്റ് ഞാൻ ഒരിക്കലും ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് അവരോട് സോറി പറയും. അപ്പോഴാണ് ഇതിയുടെ ഡോക്ടറും ലുവാൻ നിനക്കിപ്പോ നല്ല ക്ഷീണമെന്ന് തോന്നില്ല, അതുകൊണ്ടാ ഞാൻ ഒറ്റയടിക്ക് എല്ലാവർക്കും ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഇനിയിപ്പോ ഞാൻ പറയുന്നത് ചെയ്യും, നിനക്ക് 1-ാം തീയതി അവധി വേണമെന്ന് പറഞ്ഞല്ലേ ഇപ്പൊ എല്ലാ കാര്യം എടുത്ത് ചെയ്യുന്നത്, അതുകൊണ്ട് നീ വേണേ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഈ പണിയൊക്കെ ചെയ്തോ എന്നിട്ട് ഡോക്ടർ അവളെ പറഞ്ഞേക്കും. അതിനുശേഷം അവളും പുറത്തേക്ക് വന്നിട്ട് ഡോക്ടർ പറഞ്ഞ കാലേ ചോദിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് റെന്നാണ് ഇവളെ ഫോൺ ചെയ്യും. അപ്പോഴാണ് അവള് ഫോൺ എടുത്തിട്ട് അവനോട് സംസാരിക്കുമ്പം അവന് പിടി
കിട്ടിയിട്ടും ഇവളെന്തോ സങ്കടത്തിലുള്ളതെന്ന്. അതുകൊണ്ട് അവൻ എന്തോ ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കുമ്പം ഇവളാണെ ഒന്നില്ലെന്നറിയും. അപ്പോഴാണ് അവനും ലുവാൻ നിനക്ക് സന്തോഷമില്ലെങ്കിൽ അതിന് എന്നോട് പറയണം എന്നിന് അവൻ ചോദിക്കുമ്പം ഇവൾ ഒരു ഭക്ഷണമില്ലെന്ന് അറിഞ്ഞിട്ട് ഇവനിപ്പോൾ എന്ത് ചെയ്യാൻ ചോദിക്കും. അപ്പോഴാണ് അവനും ഒരു സെക്കൻഡ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവളോട് പറയുമ്പോഴാണ് ഇവളാണ് ഒരു റെൻ തിരിച്ചു വന്നതെന്ന് പറഞ്ഞ് ഇവൾ അങ്ങോട്ടേക്ക് നോക്കുമ്പം അവിടെ കുറെ ലൈറ്റൊക്കെ ഇങ്ങനെ കത്തി നിൽക്കും. അപ്പോഴാണ് അവനും ആ ലൈറ്റ് ഫോളോ ചെയ്ത് വാന്ന് പറഞ്ഞ് ഇവൾക്ക് മെസ്സേജ് ഇടുന്നത്. അതിനുശേഷം അവളെ ലൈറ്റ് ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് ഇവൾക്ക് അവിടെ ഒരു ഗിഫ്റ്റ് വെച്ചേക്കും. അങ്ങനെ അതൊക്കെ ഓരോന്നായിട്ട് ഇവൾ എടുത്തു വെച്ചോണ്ട് ആ ലൈറ്റ് ഫോളോ ചെയ്ത് ഇവൾ അവസാനം വരെ എത്തുമ്പോഴാണ് അവിടെ ആരാണ്ടൊക്കെ ഒളിഞ്ഞും പതുങ്ങി പോകുന്ന കാണാം. അതോടെ ഇവളും റെന്നാണെന്ന് പറഞ്ഞ് അവൾ പുറകെ നോക്കുമ്പോഴാണ് ഈ പരിപാടിയൊക്കെ ചെയ്തത് ഇവളുടെ കൂട്ടുകാരിയും അവന്റെ കൂട്ടുകാരനുമാണ്. അതുകൊണ്ട് അവരും റൺ ചെയ്തിട്ട ഞങ്ങൾ ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് ഇവൾക്ക് ഈ സർപ്രൈസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൻ ചോദിക്കും. അപ്പോഴാണ് അവളും അപ്പൊ ഇതൊക്കെ നിങ്ങളാണ് ചെയ്തത് എന്നിന് ഇവൾ ചോദിക്കുമ്പം കൂട്ടുകാരനും ഈ ഡെക്കറേഷനൊക്കെ ഞാനാ ചെയ്തത്, പക്ഷെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച എന്നിന് അവൻ പറയുമ്പം മറ്റോളാണ് ദേഷ്യത്തി എല്ലാം റെൻ വാങ്ങിച്ചു കൊടുത്ത സാധനമില്ലെന്ന് പറഞ്ഞ് വെറുതെ അതിന്റെ പേരൊക്കെ ഇവനെടുക്കണ്ടെന്ന് പറയും. അങ്ങനെ അതിന്റെ കൂട്ടത്തിൽ തന്നെ കൂട്ടുകാരനും റെൻ ഇവൾക്ക് വേണ്ടി ഇത് മാത്രമല്ല സോയാ മിൽക്കൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞായിരുന്നു, പക്ഷെ ഇവനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തോണ്ട് അതവൻ കൊണ്ടുവന്നില്ലെന്ന് പറയും. അതോടെ ലുവാനാണ് ഷോക്കായിട്ട് അപ്പൊ ഇത്രയും ദിവസം എനിക്ക് റെന്നാണോ സോയാ മിൽക്ക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഇവൾക്ക് അപ്പോഴാ മനസ്സിലാന്ന്. അപ്പോഴാണ് കൂട്ടുകാരനും അറിയാതെ പറഞ്ഞു, പക്ഷെ ഇത് ഞാൻ പറഞ്ഞാന്ന് അവനോട് പറയില്ലെന്ന് ഇവരുടെ നൈസിന് അവിടെ നിന്ന് മുങ്ങും. അതിനുശേഷം ലുവാനും റെന്നെ വീഡിയോ കോൾ ചെയ്യുമ്പോഴാണ് അവനാണ് വാങ്ങിച്ചിരുന്ന സാധനങ്ങളൊക്കെ ഇവൾക്ക് ഇഷ്ടപ്പെട്ടാൻ ചോദിക്കും. അപ്പോഴാണ് അവളും നീ എനിക്ക് വാങ്ങിച്ചിരുന്ന ഷൂ ഒക്കെ പെർഫെക്റ്റ് ചോയ്സാ, എനിക്ക് നല്ലോണം ചേരുന്നുണ്ട് എന്നിട്ട് അവളും പറയുമ്പം അവൻ ഇനിയെങ്കിലും ഇവൾക്ക് എന്തോ കുഴപ്പം നിറഞ്ഞ് അത് ചോദിച്ച് മനസ്സിലാക്കും. അപ്പോഴാണ് അവളും താമസിച്ചിരുന്ന ആശുപത്രി പോയി അവിടെ നിന്ന് കുറെ വഴക്കൊക്കെ കേട്ടെന്ന് പറയുമ്പം ഇവനാണ് ഒരു ഇവനെ 1-ാം തീയതി കാണാൻ വേണ്ടിയാണോ ഇവൾ എല്ലാ ജോലിയും ഇപ്പൊ ഏറ്റെടുത്ത് ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളാണ് ഇത് കേട്ടിട്ട് നീ ഒന്നും വിഷമിക്കണ്ട, ഇത് ഞാനായിട്ടൊരു തീരുമാനം, എന്തായാലും ആ തീരുമാനം മൊത്തത്തിൽ പ്രശ്നത്തിലായി എന്നിന് ഇവൾ പറയുമ്പോഴാണ് അവനും ലുവാൻ ഇനിയെങ്കിലും നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട് നീ എന്നോട് പറയണം, അതിനല്ല ഞാൻ ഇവിടെ ഉള്ള, കൂടാതെ നമ്മുടെ ലവിന് വേണ്ടി പരസ്പരം ഇങ്ങനെ നമ്മുടെ ജോലി സാക്രിഫൈസ് ഒന്നും ചെയ്യണ്ട, അതുകൊണ്ട് നീ പതിയെ ടൈം എടുത്ത് ഈ ജോലിയൊക്കെ ചെയ്താൽ മതി, നമുക്ക് എന്തായാലും സമയം മാറ്റി വെച്ച് കാണാം എന്നിന് അവനും പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഇവളും ഇനി ലീവ് എടുക്കാതെ അവളും വർക്ക് ചെയ്യാൻ തീരുമാനം എടുക്കും. അതേസമയം ഇവിടെ സീനിയറും കസിനെ വിളിച്ചോണ്ട് പുറത്ത് കഴിക്കാൻ വേണ്ടി വന്നേക്കുമ്പോഴാണ് അവളാണ് കട കണ്ട് ഷോക്കായിട്ട് ഷീബായ് നിനക്കിതെന്തോ പറ്റി, ഇത് നിന്റെ സ്റ്റൈലൊന്നും അല്ലല്ലോ എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും ഇവൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമല്ലേ ചോദിക്കും. കാരണം ഇവള് പേജിനകത്തൊക്കെ ലൈക്ക് ഇട്ട് അവൻ കണ്ടിട്ട ഇവിടേക്ക് വിളിച്ചോണ്ടെന്ന് പറയും. അങ്ങനെ കഴിഞ്ഞ തവണ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെല്ലാം ചെയ്ത്, അതുകൊണ്ട് ഈ തവണ ഞാൻ മിസ്റ്റേക്ക് ചെയ്യത്തില്ല, കാരണം ഞാൻ തന്നെ മനസ്സിലാക്കി ഞാൻ കുറച്ച് സെൽഫിഷ് ആയിരുന്നെന്ന് എന്നിന് ഇവൻ അതൊക്കെ പറഞ്ഞ് സോറി ചോദിക്കുമ്പം ഇത് കേട്ട് ഇവളാണ് പേടിച്ചിട്ട് ഷീബായ് നിനക്കൊല്ലം പറ്റിയോ, പെട്ടെന്ന് നിനക്ക് എന്റെ ഫീലിങ്സിനെ കുറിച്ച് ഇത്രയും കെയറോ എന്നിന് ഇവള് ഷോക്കായിരിക്കുമ്പോഴാണ് അവൻ ഇനി തൊട്ട് ഇവൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ ചെയ്യത്തുള്ളെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇനി രണ്ടുപേരും കപ്പിൾസ് ആകുവാണ്, ഞാൻ ഈ തെറ്റൊന്നും ചെയ്യത്തില്ലെന്ന് അവനും പറയുമ്പം അവളും അത് സന്തോഷത്തിരിക്കും. അങ്ങനെ അതൊന്നും പുറത്ത് കാണിക്കാതെ ഞാൻ ആലോചിച്ചിട്ട് പറയാന്ന് ഇവളും കുറച്ചൊക്കെ ഷോ കാണിക്കും. അങ്ങനെ അവസാനം 1-ാം തീയതി ആകുമ്പോഴാണ് ഇവിടെ ലുവാന് വർക്കെല്ലാം കഴിഞ്ഞ് അവൾ ക്ഷീണിച്ച് പുറത്തേക്ക് വരും. അപ്പോഴാണ് പെട്ടെന്ന് റെന്ന് ഫോൺ ചെയ്യുന്നത്. അതിനുശേഷം അവളും ഇന്ന് ആശുപത്രി കുറെ പേരൊന്നായിരുന്നു പറഞ്ഞിട്ട് ഇവൾ അവനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പം പെട്ടെന്ന് റെന്നും ഇവളെ തിരിഞ്ഞു നോക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളും നീ വീണ്ടും നിന്റെ കൂട്ടാനോട് പറഞ്ഞ് ഗിഫ്റ്റ് എല്ലാം റെഡി ആക്കിച്ചോ, വെറുതെ അവനെ ശല്യപ്പെടുത്തണ്ട എന്നിന് ഇവളും പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവിടെ റെന്നെ കണ്ട് സന്തോഷത്തി ഇവൾ ഓടിച്ചാൽ തന്നെ ഹഗ് ചെയ്യും. അപ്പോഴാണ് അവനും നീ വളർന്നെന്നാണല്ലോ ഞാൻ വിചാരിച്ചത്, പക്ഷെ ഇപ്പോഴും കൊച്ചുള്ളവർ പോലെ ഹഗ് ചെയ്യണോ എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് ഇവൻ കൂടെ ഉള്ളപ്പോ അവൾ കൊച്ചു വെച്ചാന്ന് പറഞ്ഞിട്ട് ഇവരുടെ റൊമാൻസ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം അവളും താഴേക്ക് ഇറങ്ങിയിട്ട് ഇവന്റെ വർക്കെല്ലാം കഴിഞ്ഞോ ചോദിക്കുമ്പോഴാണ് അവൻ അതൊക്കെ എപ്പോഴേ കഴിഞ്ഞെന്ന് പറഞ്ഞ് ഇനിയിപ്പോ അവന് പോകേണ്ട ആവശ്യമില്ലെന്ന് പറയും. എന്നിട്ട് അവൾക്ക് കുടിക്കാൻ വേണ്ടി സോയാ മിൽക്ക് എടുത്തു കൊടുക്കുമ്പോഴാണ് ഇവളാണ് കുറച്ച് ഷൈ ആയിരിക്കും, കാരണം ഇവൻ ഉണ്ടാക്കി തരുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അവളും ഈ സെയിം സാധനം എവിടെ നിന്നെ കിട്ടുന്നതെന്ന് ഇവള് ചോദിക്കുമ്പോഴാണ് അവൻ ഇവിടെ അടുത്തുള്ള ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിച്ചാന്ന് പറയും. അപ്പോഴാണ് അവളും പക്ഷെ ഇന്ന് ഹോളിഡേ അല്ലേ നിനക്ക് എവിടെ നിന്ന് കിട്ടി എന്നിട്ട് ഇവള് വീട് ചോദ്യം ചെയ്യുമ്പം അവന് മനസ്സിലായി ഇവന്റെ കൂട്ടുകാരെല്ലാം സത്യം ഇവളോട് പറഞ്ഞു കൊടുത്തെന്ന്. അതുകൊണ്ട് അവനും ചുമ്മാ എന്നെ കളിയാക്കലെന്ന് പറഞ്ഞിട്ട് ഇവളോട് പറയുമ്പോഴാണ് അവളെ സന്തോഷത്തി എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തതിന് താങ്ക്സ് എന്ന് അവനോട് പറയും. അങ്ങനെ എല്ലാത്തിനും താങ്ക്സ് എന്ന് അവൾ പറയുമ്പം ഇവൻ എന്റെ ലൈഫിൽ നീ ഒന്നിനെ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഇവളെ തന്ന ചോക്ലേറ്റിന്റെ അവസാനത്തെ പീസ് ഇപ്പം അവൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കും. അതിനെ ശിവർ തമ്മിൽ കിസ് ചെയ്യുന്നതോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. അതിനുശേഷം എന്തൊക്കെ സമയം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.